ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന, എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഗേൾസ് എല്ലാവരും ഇതുപോലത്തെ കമ്മലുകൾ ഒരുപാട് ദിവസേന ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്ന് ഉപയോഗിച്ച് അടുത്ത തവണ ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും നമ്മളിതിൻ്റെ ബാക്കിലിടുന്ന ആ ഒരു ബട്ടൺ പോലുള്ള ഒരു ഭാഗം നമുക്ക് മിസ്സായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു കമ്മലിൻ്റെ ആ ബാക്കിലുള്ള ആ ഒരു റബ്ബർ പോലത്തെ സാധനം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു കമ്മലിന് മിസ്സായ കമ്മലിന് ഇടാറുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ഇറേസറാണ്, റബ്ബറാണ്. അത് നമ്മൾ എടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് വലിപ്പമുള്ളതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ കമ്മൽ ബാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എത്രത്തോളം അതിൻ്റെ വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കുഞ്ഞ് പീസ് മതിയാവും. കാരണം റബ്ബർ ആയത് കാരണം നമുക്ക് നല്ല രീതിയിൽ ടൈറ്റായി നിൽക്കും. അത് മാത്രമല്ല അത് അഴിഞ്ഞു വരില്ല. നമുക്ക് ഉപയോഗിക്കാനും ഈസി ആയിട്ടുണ്ടാവും. ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യേണ്ട, ചെറിയൊരു കനത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പ് വേണ്ടത് ആ രീതിയിലൊന്ന് മുറിച്ചെടുക്കാതെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നതാണ്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്മലിൻ്റെ ആ ബാക്കിലുള്ള ബട്ടൺ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയുർവേദിക് ഫേസ് പാക്കിനെ കുറിച്ച്. ഈ ഒരു ഫേസ് പാക്ക് പൗഡർ നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേട്ടോ. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ ഒരുപാട് തവണ നമ്മൾ റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയുള്ള ഒരു പൗഡറാണ്. ഒരു തരത്തിലും സൈഡ് എഫക്റ്റ് ഇല്ല. നമ്മളിതിൽ ചേർക്കുന്നത് റോസാപ്പൂവ്, താമരപ്പൂവ്, തുളസിയില, ആര്യവേപ്പിൻ്റെ ഇല, ബദാം, ഇരട്ടി മധുരം, മഞ്ചിഷ്ടം, റാഗി, പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, മുൾട്ടാണി മിൾട്ടി, ഓട്സ്, അങ്ങനെ ഒരുപാട് ചേരുവകൾ ചേർത്തി നമ്മുടെ സ്കിന്നിനെ നല്ല സുന്ദരമാക്കാനും ആരോഗ്യമുള്ളതാക്കാനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ആയുർവേദ ഫേസ് പാക്ക് പൗഡറാണ് കേട്ടോ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പ്രായ വ്യത്യാസമില്ലാണ്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഏത് സ്കിൻ ടോണുള്ളവർക്കും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഓയിലി സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഡ്രൈ ആയിട്ടുള്ളവർക്കും നോർമൽ സ്കിന്നിലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഫേസ് പാക്ക് തൈരായിട്ട് മിക്സ് ചെയ്യാം, പാലായിട്ട് മിക്സ് ചെയ്യാം, റോസ് വാട്ടറായിട്ട് മിക്സ് ചെയ്യാം. അതുമല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയാം. തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് പൗഡർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മളിതിന് മുന്നേയും അനാർക്കലി ഹെയർ ഓയിലിനെ കുറിച്ച് പറയുകയും അത് ഒരുപാട് പേര് വാങ്ങിച്ച് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ്. കേശ സംരക്ഷണം എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത് ഒരു രീതിയിൽ നമ്മൾ കോംപ്രമൈസിന് തയ്യാറാവാതെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് മാത്രം തയ്യാറാക്കിയിട്ടുള്ള, അതും നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല ആട്ടിയ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെയർ ഓയിലാണ്. നമുക്ക് ഉറക്കമില്ലാത്തവർക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറുകയും മുടി പൊട്ടിപ്പോകുന്ന ഒഴിവാവുകയും മുടി സമൃദ്ധമായിട്ട് വളരാനും അകാലം നിര മാറ്റിയെടുക്കാൻ, അത് പെട്ടെന്നൊന്നും മാറില്ല. വളരെ കുറച്ചധികം കാലം ഉപയോഗിക്കുമ്പോൾ അകാലം നിര മാറിക്കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ വാർദ്ധക്യത്തിലുണ്ടാകുന്ന നിരയെ നമുക്കത് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാനോ അത് മാറുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഹെയർ ഓയിൽ കൊണ്ട് തന്നെ സാധാരണയുള്ള നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അടുത്ത എന്താ നോക്കാം. മിക്ക ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നതിനായിട്ട് കഷ്ടപ്പെടുന്നത്. നമ്മൾ പലതും ട്രൈ ചെയ്തിട്ടും അതിന് റിസൾട്ട് കിട്ടാത്തുള്ള ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ വെയിറ്റ് ലോസ് ഈസി ആക്കി എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു ഡ്രിങ്കിലുണ്ട്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മിക്ക ആളുകളും ഗ്രീൻ ടീ കുടിക്കാറുണ്ടാവും. അതിനേക്കാട്ടിലും 10 ഇരട്ടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ആദ്യം അതിന് വേണ്ടത് നമുക്ക് പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകം നമ്മുടെ വയറിനെ ശുദ്ധമാക്കാനും കൊഴുപ്പിനെ അലിയിച്ച് കളയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി പവറും കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഇത്രയൊന്നും പറഞ്ഞാൽ തീരില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചുക്കാണ്.
ചുക്ക് തന്നെ എടുക്കുക. നമ്മുടെ വയറിലുള്ള എല്ലാ സ്തംഭനങ്ങളെയും ഇല്ലാതാക്കി വയറിനെ ശുദ്ധമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചുക്ക്. പണ്ട് മുതലേ വയറ് സ്തംഭനം ഉണ്ടായിക്കഴിഞ്ഞാൽ ചുക്കിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അത് എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിലെ കഫത്തിൻ്റെ പ്രശ്നം അല്ലെന്നുണ്ടെങ്കിൽ പിത്തത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് സോൾവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കുരുമുളക്. അപ്പോൾ ഏകദേശം 1 സ്പൂൺ അളവിൽ കുരുമുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും 3 സാധനങ്ങളാണ് ഇപ്പോൾ ആവശ്യം കേട്ടോ. ആദ്യം ഞാൻ കുരുമുളകാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസിനും ഓരോ തരത്തിലുള്ളതാണ്. അതുകൊണ്ട് എല്ലാം തനിയെ തനിയെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് നമ്മൾ കഴിക്കുന്ന സമയത്തിന് നമുക്ക് ചുമ ഇല്ലാതാക്കാനും കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചുക്കും ഞാൻ പറഞ്ഞല്ലോ വയറ് സംബന്ധമായിട്ടുള്ള സ്തംഭനങ്ങളുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പെരുംജീരകം, അതും ഏകദേശം 1 സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. നമ്മൾ ഈ ചെറിയ ഇടികല്ലിലിട്ട് പൊടിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണമെന്നില്ല. എന്നാലും പരമാവധി നമുക്കൊന്ന് ഇടിച്ച് പൊടിച്ച് എടുക്കാം. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തുള്ള ഈ പെരുംജീരകവും ഇത്രയും 3 സാധനങ്ങളും കൂടി നമ്മളിനി തനിയെ തനിയെ പൊടിച്ചാലും ഒന്നും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു 3 പൊടിയും കൂടി നമ്മൾ ഇതുപോലെ പൊടിച്ചതിന് ശേഷം ചെറിയൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കാം കേട്ടോ. ഗ്രീൻ ടീ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പൊടി ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഉണ്ടാക്കുന്ന കട്ടൻ ചായ ആയിക്കോട്ടെ, എന്താ പറയുക, നിങ്ങൾ ചില സമയത്ത് ചൂടുവെള്ളം കുടിക്കാറുണ്ടാവും. അങ്ങനെയാണെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ എല്ലാവരും രാവിലെ എണീറ്റ് എന്തായാലും ചായ കുടിക്കാറുണ്ടാവും. ആ ഒരു ചായ കുടിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത്. കട്ടൻ ചായ ആയിരിക്കും ഇതിന് ഏറ്റവും ബെസ്റ്റ്. വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരല്പം, ഒരുപാട് ഇട്ട് കൊടുക്കരുത്, ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചായപ്പൊടി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചുള്ള ആ പൊടി ഉണ്ടല്ലോ, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഏകദേശം 1 ഗ്ലാസ്സിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ചൂടിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം ചെറു ചൂടോട് കൂടി തന്നെ നിങ്ങൾക്ക് അതൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ദിവസം ഉപയോഗിക്കണം കേട്ടോ. ഒരു ദിവസം പോലും വിടാതെ, അല്ലെങ്കിൽ ദിവസം നിങ്ങൾ ചായ കുടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇതുപോലെ ചായ ഉണ്ടാക്കി കുടിക്കുക. ഇനി ചായ കുടിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് ഈ ഒരു പൊടി ഇട്ടിട്ട് നമുക്ക് ദിവസം കുടിക്കാം കേട്ടോ. ദിവസം കുടിച്ച് കഴിഞ്ഞാൽ വയറിലുള്ള കൊഴുപ്പുകൾ അലിഞ്ഞു പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് സയൻറ്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിൻ ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദിവസേന ചെയ്യാവുന്നതല്ലേ, ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും നീരിറങ്ങിക്കഴിഞ്ഞാൽ ചെവി വേദന ഉണ്ടാവാറുണ്ടാവും. നീരിറക്കം കൊണ്ടുള്ള ചെവി വേദന നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വീട്ടിൽ ചെയ്യാവുന്ന ഒരു സൂത്രമുണ്ട് കേട്ടോ. നമ്മളൊരു പാത്രം എടുക്കുന്നുണ്ട്. ആ പാത്രത്തിലേക്ക് നല്ലതുപോലെ തിളച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂട് വേണം. നന്നായിട്ട് ചൂടുള്ള വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെയ്യേണ്ടത്, ഇനി നല്ലൊരു തുണി എടുക്കാം. കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ നല്ല ടവലോ എടുക്കാം. എന്നിട്ട് അത് ആ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ട് മുക്കി കൊടുക്കട്ടോ. നന്നായിട്ട് തുണി നനഞ്ഞ് ആ ഒരു വെള്ളത്തിൻ്റെ ചൂട് ഉള്ള രീതിയിൽ ആയിരിക്കണം കേട്ടോ. ആ തുണിയിലേക്ക് ആ വെള്ളത്തിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കിയതിന് ശേഷം ആ ഒരു ടവലെടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സെറാമിക് കപ്പോ അല്ലെങ്കിൽ നമുക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഒരു ചെറിയൊരു ഗ്ലാസ്സോ എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു സെറാമിക്കിൻ്റെ കപ്പിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് കൈ ഇതുപോലെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ആവി നമുക്ക് ആ ഒരു കയ്യിൽ ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ കപ്പ് വേദനയുള്ള ചെവി ആ ഒരു കപ്പിനുള്ളിലാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ളൊരു ചൂടാവി ചെവിയിലേക്ക് വരികയും ചെവി വേദന പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവും കേട്ടോ. നീരിറക്കം കൊണ്ടുള്ള ചെവി വേദനയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. നീരിറക്കം കൊണ്ടുള്ള ചെവി വേദന വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതാണ് കേട്ടോ എപ്പോഴും ചെയ്ത് കൊടുക്കാറുള്ളത്. അത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മാറാറുമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി ചെവി വേദന വന്നു കഴിഞ്ഞാൽ, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും ചെവി വേദന വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടർ പറഞ്ഞെന്നുള്ള വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ഒരുപാട് ചൂടൊന്നും വേണ്ട.
നമ്മളത് ആദ്യം ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളത് ചെവിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈറ്റായിട്ടുള്ള ചൂട് മതി കേട്ടോ. എന്നിട്ട് ഒരല്പം ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 1/4 ടീസ്പൂണേ കല്ലുപ്പ് ഇട്ടിട്ടുള്ളൂ. ഏകദേശം ഒരു 1/4 ഗ്ലാസ് പോലും വെള്ളം ഉണ്ടാവില്ല. എന്നിട്ട് ആ ഒരു ഉപ്പ് ഇതിൽ നന്നായിട്ട് നലിയിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഇയർ ഡ്രോപ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഡ്രോപ്സിലും ഈ ഒരു ഉപ്പ് കലർന്നിട്ടുള്ള വെള്ളമാണ് ഉള്ളത്. പിന്നെ അതിലെന്തോ ചെറിയൊരു മെഡിസിൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞത് ഇതുപോലെ ലൈറ്റ് ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് ഇട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടുണ്ടാവരുത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെവിവേദനയുള്ള സമയത്ത്, അത് അല്ലെങ്കിൽ ചില ആളുകളുടെ ചെവീൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ പോവില്ലേ, അതിനൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാനും ഇത് ഏറ്റവും ഹെൽപ്പാണ്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒരു ഫില്ലറിൽ ഞാൻ ഉപ്പുവെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഉപ്പുവെള്ളം എന്നിട്ട് നമുക്ക് വേദന ഉള്ള ഏത് ചെവിയാണോ, അല്ലെങ്കിൽ നമ്മുടെ ചെവിയിൽ പ്രാണികൾ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ആ ചെവിയിൽ ഇതുപോലെ ഒറ്റിച്ച് കൊടുക്കുക കേട്ടോ. ചെവിയിൽ എന്തെങ്കിലും പ്രാണികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് വരുന്നതാണ് ഉപ്പുവെള്ളം തട്ടുമ്പോൾ. ഒരു 5 മിനിറ്റ് പോലും നമ്മൾ ചെവിൻ്റെ അകത്ത് വെക്കേണ്ടതില്ല. ഇതുപോലെ വെച്ചിട്ട് തിരിച്ച് ഇങ്ങനെ ചെരിച്ച് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെവിയിൽ എന്തെങ്കിലും പ്രാണികളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോരുന്നതാണ്. അത് മാത്രമല്ല, ചെവി വേദന നമുക്ക് പെട്ടെന്ന് ശമിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.